ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോയുടെ മുൻവർഷം നടന്ന കോഴ്സ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പാർട്ട് 4 ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1ഉം 2ഉം 3ഉം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാർട്ടിലോട്ട് കിടക്കാം. ഇന്നത്തെ പ്രോബ്ലം സ്റ്റോർ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാനാണ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുന്ന മുമ്പ് സ്റ്റോർ ലെഡ്ജർ അക്കൗണ്ട് എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതായത് നമ്മുടെ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഗുഡ്സിൻ്റെ ഡീറ്റെയിലും സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന പുറത്തു പോകുന്ന ഗുഡ്സിൻ്റെയും ഡീറ്റെയിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് സ്റ്റോർ ലെഡ്ജർ അക്കൗണ്ട്. ഒരു റെക്കോർഡാണെന്ന് അത് നമ്മൾ പല മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാം. ഇത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടന്നാലോ. ഞാനിവിടെ ക്വസ്റ്റ്യൻ മൊത്തം വായിക്കുന്നില്ല. നമുക്ക് സ്റ്റോർ ലെഡ്ജർ അക്കൗണ്ട് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഓരോ ട്രാൻസാക്ഷനും നമുക്ക് നോക്കാം ഏതാണെന്ന്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടന്നാലോ. അപ്പോൾ സ്റ്റോർ ലെഡ്ജർ അക്കൗണ്ടാണ്. ഇവിടെ സ്റ്റോർ ലെഡ്ജർ അക്കൗണ്ടിൽ 3 കോളുണ്ട്: റിസിപ്റ്റ്, ഇഷ്യൂ, ബാലൻസ്. ഈ 3 3 സബ് കോളുണ്ട്: ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് 1 ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. അത് ഓപ്പണിംഗ് സ്റ്റോക്കാണ് 750. അപ്പോൾ ബാലൻസ് കോളത്തിൽ ക്വാണ്ടിറ്റി സൈഡിൽ 750 എഴുതുക, റേറ്റ് 3 രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എമൗണ്ട് കോളത്തിൽ എഴുതുക. ഓഗസ്റ്റ് 5-ാം തീയതി ഒരു പർച്ചേസ് ആണ് 1500 യൂണിറ്റ്. പർച്ചേസ് എല്ലാം റിസിപ്റ്റ് കോളത്തിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ റിസിപ്റ്റ് കോളത്തിൻ്റെ ക്വാണ്ടിറ്റി സൈഡിൽ 1500, റേറ്റ് 4 രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എമൗണ്ട് കോളത്തിൽ. പിന്നെ അത് നമുക്ക് ബാലൻസ് കോളത്തിൽ എടുത്ത് എഴുതേണ്ടതുണ്ട്. ബാലൻസ് കോളം ഓരോ റിസിപ്റ്റിനും ഓരോ ഇഷ്യൂവിനും ശേഷം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബാലൻസ് കോളത്തിൽ ഈ 753 അതേപോലെ എടുത്ത് എഴുതുക. പിന്നെ ഓഗസ്റ്റ് 5-ാം തീയതി റിസീവ് ചെയ്ത 1500 യൂണിറ്റും അതിൻ്റെ റേറ്റും അതിൻ്റെ എമൗണ്ടും. ഇനി ഓഗസ്റ്റ് 9-ാം തീയതി ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇഷ്യൂ കോളത്തിലാണ് 1250 എഴുതേണ്ടത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ആയതുകൊണ്ട് രണ്ടാമത്തെ ലോഡ് 1500 നിന്നാണ് 1250 ഇഷ്യൂ ചെയ്യുന്നത്. 4 റേറ്റിൽ, ₹4 എന്ന് പറഞ്ഞ റേറ്റിൽ. അപ്പോൾ അത് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് കോളത്തിൽ 750 യൂണിറ്റ്സ് 3 വെച്ച് 2250 യൂണിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ 1500 നിന്ന് 1250 ഇഷ്യൂ ചെയ്തല്ലോ. ബാലൻസ് 250 താഴെ ബാലൻസ് കോളത്തിൽ എഴുതണം. 254 അത് മൾട്ടിപ്ലൈ ചെയ്തുള്ള എമൗണ്ട്. ഇനി ഓഗസ്റ്റ് 11-ാം തീയതി ഒരു പർച്ചേസ് ആണ്. അത് പർച്ചേസ് കോളത്തിൽ 1750 യൂണിറ്റ് എഴുതുക, റേറ്റ് 4 എഴുതുക, അത് ബാലൻസ് കോളത്തിൽ എടുത്തെഴുതുക. അപ്പം നേരത്തെ ബാലൻസ് കോളത്തിൽ ഇപ്പോൾ 750, 250, 1750 എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട്. ഇനി ഓഗസ്റ്റ് 16-ആണ്, അത് ഇഷ്യൂ ആണ്. അപ്പോൾ ഇഷ്യൂ കോളത്തിൽ 2000 ലാസ്റ്റ് ലോട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കണം, 1750. പിന്നെ ബാലൻസ് 250 ഉണ്ട്, അത് രണ്ടാമത്തെ ലോട്ടിൽ നിന്ന് 250 കൊടുക്കുക. അപ്പോൾ ബാലൻസ് കോളത്തിൽ പിന്നെയുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് 750 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹3 ആണ്. ഇനി അടുത്തത് ഓഗസ്റ്റ് 21-ാം തീയതി ഒരു പർച്ചേസ് ആണ്. അത് 750 എന്ന് പറഞ്ഞ റിസിപ്റ്റ് കോളത്തിൽ എഴുതുക, റേറ്റ് 5 രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എമൗണ്ട് കോളത്തിൽ എഴുതുക. അതേ ക്വാണ്ടിറ്റി എടുത്ത് നമ്മൾ ബാലൻസ് കോളത്തിൽ എഴുതണം. അതായത് 753 ഉണ്ട് ബാലൻസ് കോളത്തിൽ. പിന്നെ ഇപ്പോൾ റിസീവ് ചെയ്ത 750യും റേറ്റ് 5ഉം. ഇനി അവസാനത്തേന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആണ് 250. ആ ഇഷ്യൂ 250 നമ്മൾ ഇഷ്യൂ കോളത്തിൽ എഴുതണം. അപ്പോൾ ലാസ്റ്റ് ലോട്ടിൽ നിന്നാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ലാസ്റ്റ് ലോട്ട് 750 യൂണിറ്റ് ഉണ്ടല്ലോ, ₹5 റേറ്റിൻ്റെ, അതിൽ നിന്നാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ 750 നിന്ന് 250 പോയ ബാലൻസ് 500 ഉണ്ട്. ₹5 എന്ന് പറഞ്ഞ റേറ്റിലാണ് അത് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 750 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹3, പിന്നെ 500 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹5 ആണ്. അപ്പോൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലോട്ടിൽ നിന്ന് അവസാനം റിസീവ് ചെയ്ത ഗുഡ്സിൽ നിന്നാണ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. അപ്പോൾ ഇവിടെ ഓഗസ്റ്റ് 1-ാം തീയതി ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ബാലൻസ് കോളത്തിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ പർച്ചേസ്, അതായത് ഗുഡ്സ് റിസീവ് എന്ന് പറഞ്ഞാലും പർച്ചേസ്ഡ് എന്ന് പറഞ്ഞാലും എല്ലാം റിസിപ്റ്റ് കോളത്തിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് വെച്ചുള്ള ഒരു സിമ്പിൾ പ്രോബ്ലം ആണിത്. ഇത് നല്ലപോലെ മനസ്സിലാക്കി നമുക്ക് ഫുൾ മാർക്ക് കവർ ചെയ്യാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് റിട്ടേണും ഷോർട്ടേജും ഒക്കെ വരുന്ന പ്രോബ്ലം ഉണ്ട്. ഇത് പക്ഷേ സിമ്പിൾ പ്രോബ്ലം ആണ്. ഇതിൽ റിട്ടേണും ഷോർട്ടേജും ഒന്നും ഇല്ല. അപ്പോൾ ഇവിടുത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് 750 യൂണിറ്റ് 3, പിന്നെ 500 യൂണിറ്റ് അറ്റ് ദ റേറ്റ് ₹5 ആണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിന് നമുക്ക് ഫുൾ മാർക്ക് കവർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ആണെങ്കിൽ ഫസ്റ്റ് റിസിപ്റ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുക. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണെങ്കിൽ ലാസ്റ്റത്തെ ലോട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു.
എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.